ജസ്റ്റിസ് ഫോർ എലിസബത്ത്. എലിസബത്ത് എന്ന സ്ത്രീക്ക് നീതി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും. ഈ കഴിഞ്ഞ ദിവസം എല്ലാം ഏകദേശം ഒരു മാസമായിട്ട് എലിസബത്ത് അവരുടെ യൂട്യൂബ് ചാനൽ വഴി അവരിങ്ങനെ വീഡിയോകൾ ഇട്ടുകൊണ്ടേയിരിക്കുന്നു. അതിലെ പകുതി വീഡിയോകളും എടുത്ത് റിയാക്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അതിലെല്ലാം റിയാക്ട് ചെയ്ത എല്ലാ വീഡിയോയിലും അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് നീതി കിട്ടണം എന്ന് ആഗ്രഹിച്ച് വീഡിയോകൾ ചെയ്ത് മുന്നോട്ട് വന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്നെ ഇന്ന് ഒരു ചുന്ദര കില്ലാടിയായിട്ടുള്ള മിടുക്കൻ ബുദ്ധിമാൻ, ഭയങ്കര ബുദ്ധിമാൻ. അയ്യോ, ആ ബുദ്ധിമാൻ എന്റെ വീട്ടിൽ ഇരിക്കുന്നവരെ തെറി പറഞ്ഞടേ. എന്റെ വീട്ടിൽ ഇരിക്കുന്നവരെ പറയേണ്ട കാര്യം എന്താണ്? ഞാനത് ആദ്യമേ ആലോചിച്ചു. ഇവൻ എന്തിനാണ് എന്റെ വീട്ടിൽ ഇരിക്കുന്നവരെ പറഞ്ഞത്? കാരണം അവന്റെ വീട്ടിൽ ഇരിക്കുന്നവരെ ഒന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഈ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന വ്യാജേന അങ്ങനെ തന്നെ ഞാൻ പറയും. എനിക്കൊക്കെ അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. എനിക്കെന്റെ അഭിപ്രായം പറഞ്ഞൂടെ? എനിക്കെന്റെ അഭിപ്രായം പറയാൻ ചേട്ടന് മാത്രമല്ല അഭിപ്രായം പറയാൻ പറ്റുന്നത്. എനിക്ക് എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യണം. എലിസബത്ത് വീഡിയോ ചെയ്യുന്ന കണ്ടപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നി. അവരുടെ ഒരു അറ്റം പറ്റി നിങ്ങളും കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളെയും സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഈ കഴിഞ്ഞ ദിവസത്തെ നിങ്ങളുടെ വീഡിയോ കണ്ടപ്പം അത്ര വെടിപ്പായിട്ട് തോന്നിയില്ല. എല്ലാ തീട്ടം എടുത്ത് തല വെക്കാനായിട്ട് ഞാൻ നിന്റെ വീട്ടിലിരിക്കുന്ന ആരുമല്ല, മനസ്സിലായില്ലേ? എല്ലാ തീട്ടം എടുത്തങ്ങ് ചുമക്കാൻ എനിക്ക് എന്റേതായിട്ടുള്ള അഭിപ്രായമുണ്ട്. എനിക്കൊരാൾ സംസാരിക്കുന്നതിനകത്ത് കള്ളത്തരം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് പറയാം. അവന്റെ വീട്ടിലിരിക്കുന്നവരെ വിളിക്കുന്നതല്ല എന്റെ ഒരു തറവാടിത്തം. ചിലപ്പോൾ ചേട്ടൻ അങ്ങനെ ആയിരിക്കും പറഞ്ഞു വരുന്നത്. മിടുക്കനായിട്ടുള്ള ചെകുത്താൻ, അയ്യോ ബ്രില്യന്റ് ആണ്, ലാലേട്ടനെയൊക്കെ അഭിനയം പഠിപ്പിക്കുന്ന ചെഗു. അപ്പം ഈ ചെഗു ഒരു വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വെളുപ്പാങ്കാലത്തായിരിക്കും ചിലപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നത്. രാത്രിയിലാണ് ഞാൻ വീഡിയോ കാണുന്നത്. കുറച്ച് താമസിച്ച് വീഡിയോ ഇവന്റെ കാണാനായിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേ ഇവൻ എന്റെ വീട്ടിൽ ഇരിക്കുന്നവരെയൊക്കെ പറയുന്നത്. ഞാൻ വീണ്ടും അത് പറയുന്നത്, എന്തിന്? ഇവന് കിളിയും ബോധമൊന്നും ഇല്ലേ ഇവൻ? പിന്നെ വേറൊരു കാര്യം ഞാൻ ആദ്യമേ പറയാണ്, ഇവൻ ഈ ഡയറക്റ്റ് ആയിട്ട് മറ്റേ ഇൻഡയറക്റ്റ് കളിയാ. ഇവൻ എന്റെ പേരോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ വ്യക്തി ഈ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഞാനാ പറഞ്ഞത്. എനിക്കത് പറയാൻ ഒരു മടിയില്ല. പക്ഷെ അത് പറഞ്ഞപ്പോൾ പോലും എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഒരു രീതിയിലും തെറ്റായിട്ട് ചിത്രീകരിക്കുകയോ അവരെ ഒരു രീതിയിലും ഹേർട്ട് ചെയ്യുന്ന ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. നിന്നെ കുത്തുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് നിനക്ക് കൊള്ളാൻ കാരണമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഇന്നലെ ഇട്ടൊരു വീഡിയോ ആണ്. ഇവൻ ഈ വീഡിയോ കാണാനുള്ളൊരു കാരണം എന്താ? ഈ തംനെയിലാണ്. ഈ മിസ്ലീഡിങ് തംനെയിലുകളുടെ ഒരു ഗുണം ഇതാണ്. ഇങ്ങനെ ഒരു ഗുണവും കൂടെ ഉണ്ട് അതിനകത്ത്. കാരണം ഏകദേശം 5000 പേരെങ്ങാണ്ട് കണ്ട ഈ ഒരു നടന്റെയും എലിസബത്തിന്റെയും വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത വീഡിയോകളിൽ ഏറ്റവും കുറവ് എനിക്ക് വ്യൂസ് കിട്ടിയ ഒരു വീഡിയോയാണ് അത്. ഈ ചേട്ടൻ കുത്തിയിരുന്ന ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അതിന്റെ തംനെയിൽ ഇങ്ങനെയാണ്: എലിസബത്തിനെ ഇല്ലാതെയാക്കാൻ അമൃതയും അഭിരാമയും തെളിവുകൾ സഹിതം പുറത്തു പറഞ്ഞ് തെകുത്താൻ. ഇങ്ങനെ ഒരു തംനെയിൽ കണ്ടുകൊണ്ട് ചാടിക്കേറി, അയ്യോ എന്തോ ഉണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്തവരോ വീഡിയോ ഇടുന്നു എന്നും പറഞ്ഞ് കയറിയതാ. പക്ഷെ ഞാൻ നല്ല അങ്ങ് ഊക്കുമായിരുന്നു. അപ്പം ഊക്കിയതിനെ അല്ലെങ്കിൽ എന്റെ അഭിപ്രായം പറഞ്ഞതിനെ ആ ഒരു രീതിയിൽ എടുക്കാൻ ഇയാൾക്ക് പറ്റുന്നില്ല. ഇയാൾക്ക് കൊണ്ട് മനസ്സിലായ കൊണ്ട്. അതുകൊണ്ടാണ്. എന്നാ എന്റെ പൊന്നി ചേട്ടാ, ഒരു കാര്യം കൂടെ ഞാൻ ചേട്ടനോട് പറയാം. ചേട്ടന്റെ വീഡിയോയിൽ എന്റെ പേര് പറഞ്ഞെന്നും പറഞ്ഞ് എനിക്കൊരു ഒരു പ്രൊമോഷനും കിട്ടാൻ പോകുന്നില്ല. അത് നല്ല വ്യക്തമായിട്ട് എനിക്കറിയാം. കാരണം ഈ ചേട്ടന്റെ ചാനൽ ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു നടന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടുമ്പോഴാണ് ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ വ്യൂ കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഒരാളുടെയും വ്യൂസ് പറഞ്ഞ് കളിയാക്കുക എനിക്കത് ഇഷ്ടമല്ല. പക്ഷെ ഇവന്റെ കേസിൽ അത് പറയണം. ഇവനത് അർഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ പോയി നോക്ക്, ഒരു മാങ്ങയേ ഇല്ല. ഇവൻ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരുമ്പത്തേക്ക് ഇപ്പൊ എലിസബത്തിന്റെ വിഷയമാണെങ്കിൽ പോലും ഈ അടുത്തായിട്ട് എലിസബത്ത് ഈ ചെകുത്താൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരും പറഞ്ഞ് അവരോട് മാപ്പ് പറയുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ്. അതിനു മുമ്പ് 1-2 വീഡിയോ എങ്ങാണ്ടേ ഇട്ടിട്ടുള്ളൂ ഈ ഒരു എലിസബത്ത് റിലേറ്റ് ചെയ്ത്. എനിക്ക് തോന്നുന്നു അത്രയും കണ്ടേ ഉള്ളൂ. ഒരുപാട് വീഡിയോ ഒന്നും ഇല്ല. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത കണക്ക് എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ ഈ തിയേറ്ററൊന്നും കണ്ടിട്ടില്ല ഇത്രയും കാലം. ഇപ്പോഴാണ് മറ്റേ വള്ളവും വലയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് വലിയ വീമ്പും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് സപ്പോർട്ട് ചെയ്തവരെയൊക്കെ പുച്ഛവടെ പട്ടിപ്പുച്ഛ ഇവന്. ഇവൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് സപ്പോർട്ട് ചെയ്യുന്നവരെ തൊലിക്കുന്ന ഒരു പരിപാടി കാണിച്ചു. തുടക്കത്തിൽ തന്നെ ഇനി ഞാൻ കൂടുതൽ കഥയൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. നമുക്ക് ഈ ചേട്ടൻ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നതെന്നൊന്ന് കേൾക്കാം, എന്നിട്ടൊന്ന് റിയാക്ട് ചെയ്യാം. ഈ ചേട്ടന് കുറച്ച് മറുപടി കൊടുക്കണമല്ലോ. ഈ ചേട്ടൻ ചെയ്ത അതേ രീതിയിൽ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. കാരണം ആ ചേട്ടന്റെ വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആരും കാണത്തില്ല. ഞാൻ അറിഞ്ഞത് വെച്ച് ഭാര്യ ഗൾഫിലെങ്ങാണ്ട് കിടക്കുക, പണിയെടുത്തോണ്ടിരിക്കുക അവിടെ. ഈ ചേട്ടൻ ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. യൂട്യൂബിൽ നിന്ന് വല്ലതും കിട്ടുന്നുണ്ടോന്നൊന്നും നമുക്കറിയത്തില്ല. ആ ഒരു വ്യൂവർഷിപ്പ് ഒക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബേഴ്സിന്റെ അക്കൗണ്ടേ ഉള്ളൂ. വ്യൂവേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പം കാശൊന്നും കിട്ടാൻ ചാൻസില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവിടെ നിന്ന് അയച്ചു കൊടുക്കുന്നതുകൊണ്ട് പുട്ടടിച്ച് കിടക്കുമായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ എന്ത് തോന്നി വാത്തോ പറയാം.
പക്ഷെ നമ്മൾ അങ്ങനെ അല്ലടേ. നമ്മളൊക്കെ വീഡിയോ ഇട്ട് അത്യാവശ്യം വ്യൂസും കൊണ്ട് അതിനകത്തൊന്ന് കാശൊക്കെ ഉണ്ടാക്കി ജീവിക്കുവാണ്. തേട്ടനെ പോലല്ല, അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, നല്ലൊരു ജോലി ഉണ്ടായിരുന്നു തേട്ട. അതൊക്കെ കളഞ്ഞിട്ടാണ് നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ എൻ്റെ വീട്ടുകാര് വേണ്ട, ഞാനത് വഴിയേ പറയാം, നിങ്ങൾ ഇത് കാണേ. അത്രയും ഇപ്പൊ നമ്മൾ ഈ കണ്ട വീഡിയോ ഒക്കെ കണ്ടിട്ട് എൽസവത്തെ കേസ് കൊടുക്കുന്ന പറയുന്ന സമയത്ത് ആ കമന്റ് ആ കൊച്ചെവിടെ നിന്നാണ് വായിക്കുന്നതെന്ന് പോലും ആർക്കും അറിയത്തില്ല. മനസ്സിലായില്ലേ? അത് പലപ്പോഴും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നുണ്ട്. അതിനിപ്പോ ശാരീരികമായിട്ട് വരെ ഈ ബുദ്ധിമുട്ടുണ്ട് അനുഭവിച്ചു തുടങ്ങിയത്. മനസ്സിലായില്ലേ? ഈ മാനസികമായ സ്ട്രെസ് കൂടി അത് ശാരീരികമായ ബുദ്ധിമുട്ടിലേക്ക് പോലും എത്തി തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അതൊക്കെ അറിയാത്ത മനസ്സിലാക്കാത്ത ആൾക്കാരൊക്കെ കൂടി അതിനെ കുറ്റം പറയുകയും ഏതോ ഒരുത്തൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന എന്നെയാണ്. അപ്പം എന്റെ പൊണ്ണ് തേട്ടൻ എന്റെ പഴയ വീഡിയോ ഒക്കെ ഒന്ന് പോയി നോക്കണം. തുമ്മാ വന്നിരുന്ന് അങ്ങോട്ട് കൊണകൊണ അടിക്കാൻ നിൽക്കരുത് നീ പറയുന്ന പോലെ. നീ എന്റെ വീഡിയോകൾ കാണ്. ഞാൻ എവിടെയാണ് അവരെ മോശമായിട്ടില്ലെങ്കിൽ അവര് കേസ് കൊടുക്കാത്തത് ഇല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തി ഞാൻ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എവിടെയെങ്കിലും ഒരു പോഷൻ ഉണ്ടെങ്കിൽ നീ ഒന്ന് എടുത്തോണ്ട് വാ. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലടേ. ഇല്ല, എനിക്ക് എന്റെ ഒരു രീതിയിൽ ഞാൻ അവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ മെന്റലി വീക്കാണ്. പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, എന്റെ വീഡിയോ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്റെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്കറിയാം. ചിലപ്പോൾ ഈ വീഡിയോ റീച്ച് ആവാൻ ചാൻസ് ഇല്ല, കാരണം ഈ തീട്ടത്തിനെ പറ്റി ഒന്നും സംസാരിച്ചു കഴിഞ്ഞാൽ ആരും കാണത്തില്ല. പക്ഷെ ഞാൻ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഇവനെ പറ്റി പറയുവാണെന്ന് തന്നെ തമ്മിൽ എഴുതി വെക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇവനെ പോലുള്ളവരോ പറ്റിക്കാൻ വേണ്ടി മിസ്ലീഡിങ് വേണമെങ്കിൽ കേറ്റാടി. പക്ഷെ അതൊക്കെ പോട്ടെ, അതൊക്കെ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ. അപ്പൊ എന്താണെങ്കിലും ഇവനോട്, എടാ ഞാൻ അങ്ങനെ വായി തോന്നി ഒന്നും അല്ലടാ മോനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവരെ സപ്പോർട്ട് ചെയ്താടാ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പോയി നീ വീഡിയോ കാണും മൊത്തത്തിൽ. പിന്നെ എവിടെങ്കിലും ഒരു പോഷനിൽ നിന്നെ ഒന്ന് കുത്തിയെന്ന് പറഞ്ഞ് നീ മറ്റേ ഒരുമാതിരി നിന്റെ തന്തയെ മാറ്റി പറയുന്ന കണക്കത്തെ ഡയലോഗ് ഉണ്ടല്ല, ഇവിടെ വന്ന് അടിക്കാൻ നിൽക്കരുത് കേട്ടാ. ബാക്കി വീഡിയോക്കകത്ത് പറയാ എന്താ എൽസവത്തിന്റെ കാര്യത്തിൽ ചെകുത്താൻ ഇടപെട്ടേക്കുന്ന ആറാട്ടെണ്ണം വന്ന പോലെ കിടന്ന് മെഴുകാനാണെങ്കിൽ അങ്ങനെയെന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ഏതോ ഒരുത്തൻ പറയാ, അതായത് ഞാൻ എന്തോ നീ എന്തോ എൽസവത്തിനെ വളയ്ക്കാൻ വന്നാണോ എന്നുള്ള പോലെ. അതെ എന്നെ കുഴപ്പമെന്ന് വെച്ചാൽ ഇനി ഈ പറഞ്ഞ കാര്യം പറഞ്ഞില്ല എന്ന് പറയാനായിട്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാ. കാരണം എനിക്ക് ഒരു തന്തയേ ഉള്ളൂ, പിന്നെ എനിക്കൊരു തള്ളയേ ഉള്ളൂ. എനിക്ക് നല്ല ഉറപ്പുണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറയാനുള്ളൊരു കാരണം, ഇതിന് മുമ്പ് ഇവൻ ഇട്ടിരുന്ന ഒരു വീഡിയോ ഉണ്ട്. ഷെഫീന ബീവിക്ക് ഒരു റിപ്ലൈ എന്നും പറഞ്ഞ അവിടെ കിടപ്പുണ്ട്. അത് എന്താണ് കേസെന്ന് എനിക്ക് അറിയത്തില്ല. അതിന് മുമ്പ് എന്താ എലിസബത്ത് ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ എന്നെങ്ങാണ്ട് പറഞ്ഞൊരു വീഡിയോയ്ക്ക് ഇവൻ, അതായത് എലിസബത്ത് തന്നൊരു റിപ്ലൈക്ക് അല്ലെങ്കിൽ എലിസബത്ത് പറഞ്ഞതിനെ വെച്ചിട്ട് എലിസബത്ത് പറഞ്ഞ കാര്യങ്ങൾക്കുള്ള റിപ്ലൈ അങ്ങനെ എന്താണ്ടോ വെച്ച് ഇവനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ ആ ടൈറ്റിൽ ഒന്നും വായിച്ച് മറന്നുപോയില്ലേ, കളഞ്ഞു. ഇവന്റെ ഒക്കെ എന്തിനാ ഓർത്തിരിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും ഇവന്റെ ഒരു റിപ്ലൈ ഉണ്ട്. എലിസബത്ത് ആ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ വെച്ച് ഇവൻ സംസാരിക്കുന്നത്. അതിനകത്ത് ഇവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എലിസബത്തിന് എല്ലാം തന്നെ ചെയ്യാൻ അറിയാം, എലിസബത്തിന് ആരുടെയും സപ്പോർട്ട് വേണ്ട. ഇങ്ങനെ ഒരു ഡയലോഗ് ഇവൻ ഒരു 2-3 തവണ ഇവിടെ പറയുന്നുണ്ട്. അപ്പോ ഇവൻ ഇത് ആരെ വെച്ചാ പറഞ്ഞതെന്ന് നമുക്കറിയാം. 2 പേര്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഇവനെ സപ്പോർട്ട് ചെയ്തൊക്കെ, എന്തിനാ പേര് പറയാം എനിക്കിവിടെ, കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നിയുണ്ട്. അഭിരാമി ഒരു Q&A ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നു. അവിടെ അഭിരാമി എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തും എലിസബത്തുമായിട്ട് സംബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഒരിക്കലും അത് എലിസബത്തിനെ കുത്തുന്ന പോലെ അല്ല, എനിക്കങ്ങനെ തോന്നിയില്ല. പക്ഷെ അവിടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തത്. പക്ഷെ അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഈ ചേട്ടനൊക്കെ വന്നിട്ട് ചിലപ്പം അവരെ വെച്ചിട്ടായിരിക്കാം പറഞ്ഞത്. സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല, എലിസബത്തിനെ ആരും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. എടാ അങ്ങനെ അവരുടെ കേസിലോ അല്ലെങ്കിൽ ആരാണ് സപ്പോർട്ട് ചെയ്യേണ്ടാത്തത് എന്ന് നീ വ്യക്തമായിട്ട് വാ തുറന്ന് പേര് പറയണം. മനസ്സിലായില്ലേ? അല്ലാതെ പേടിത്തിരിക്കരുത്. എല്ലാത്തിനും പേടി നിനക്ക. വാ തുറന്ന് നീ പേര് പറ. നീ എന്താ പറയാഞ്ഞേ? അതെന്താ എനിക്ക് പൊട്ടിയെന്നറിയാവോ? കാരണം ഇവരെ സപ്പോർട്ട് ചെയ്ത് എന്നെ പോലെ ഒരുപാട് പേര് വന്നിട്ടുണ്ടാ മോനെ രംഗത്ത്. ഞങ്ങളൊക്കെ എന്താ പൊട്ടന്മാരാ? അവര് തന്നെ, എലിസബത്ത് തന്നെ ഞങ്ങൾക്കൊക്കെ നന്ദിയും പറഞ്ഞിട്ടുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്ത് വരുന്നവർക്ക് ഒരുപാട് നന്ദി അവര് തന്നെ പറയുന്നുണ്ട്. അപ്പം എവിടെയോ കിടക്കുന്ന നീ വന്നിട്ട് എലിസബത്തിന് സപ്പോർട്ട് ചെയ്യണ്ട, അവർക്ക് തന്നെ കാര്യം ഉണ്ടാക്കാൻ അറിയാം എന്ന് പറയാൻ നീ ആരാ? അതാ ഞാൻ ചോദിക്കുന്നത്. നീ ആരാ? നീ കൂട്ടുകാരൻ ഏതാ കൂട്ടുകാരൻ? എല്ലാം വന്നങ്ങ് അവരുടെ കാര്യത്തിനകത്തോട്ട് തലയിട്ട്. അല്ല, കഴിഞ്ഞ ദിവസമേ ഈ ആറാട്ടന്റെ കേസ്, ഈ ആറാട്ടൻ എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് എനിക്ക് എലിസബത്തിനെ കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല, അയാൾ ചെയ്തിട്ടതാ. ഇതുപോലൊരു കൊണയം കൊണ്ടാണോ നീ ഇപ്പൊ വന്ന് ബാക്കി എല്ലാവരെയും മറ്റേ സൈഡിലോട്ട് മാറ്റി നീ മറ്റേ വലിയ ഡയലോഗ് അടിക്കുന്നത് എന്നൊരു സംശയം എനിക്ക് വന്നടാ. എന്താ തെറ്റെന്താ? എനിക്ക് എന്റെ അഭിപ്രായം പറഞ്ഞൂടെ? അല്ലെങ്കിൽ എനിക്ക് തോന്നിയൊരു സംശയം എനിക്ക് പറഞ്ഞൂടെ? അല്ല പറഞ്ഞൂടെ? നീ ആരാ? നീ ആരാ? നിനക്ക് ആരെ വേണമെങ്കിലും എന്തും പറയാം. ലാലേട്ടൻ അപ്പിയിട്ടാലും ലാലേട്ടൻ മുള്ളിയാലും അവന് ചൊണ. അവന് വന്നിട്ട് നിനക്ക് പൊട്ടിയാടാ മോനെ? തുന്തുരുവിന് പൊട്ടിയാ? എന്തിനാ തുന്തുരുവിന് പൊട്ടുന്നേ?
അങ്ങനൊന്നും അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും പൊളിഞ്ഞ് എന്റെ ഇനിയാണ് ഇവൻ എന്റെ വീട്ടുകാരെ പറയാൻ തുടങ്ങുന്നത്. നീ എന്തിനാ എന്റെ വീട്ടുകാരെ പറയാൻ തുടങ്ങുന്നത്? നിനക്ക് അത്രയും അങ്ങനൊന്നും അല്ല എങ്കിൽ മാന്യമായിട്ട് സംസാരിക്കാൻ അറിയത്തില്ലേ തുത്തുരുവിന് അറിയത്തില്ലേ? അതോ ഇനി പല തന്തയ്ക്കാണോ നീ ഉണ്ടായത്? അല്ല, അറിയാൻ പാടില്ല, നിന്റെ കേസ് ആയതുകൊണ്ടേ നമുക്ക് അറിയത്തില്ല കൂട്ടുകാരാ, പറയാൻ പറ്റത്തില്ല നിന്റെ കേസ്. നീ വലിയ ടീമല്ലേ, അതുകൊണ്ട് ചിലപ്പോ ഇനി പല വഴിയിൽ കൂടെ പോയിട്ടാണ് നീ ഉണ്ടായത്. നമുക്കറിയത്തില്ല. നിങ്ങൾ ബാക്കി കാണും. ഇതൊക്കെ എന്തിനാ ഞാൻ പറയുന്നത്? നിങ്ങളത് ബാക്കി കേൾക്കുമ്പോൾ നിനക്ക് അപ്പൊ നിങ്ങൾ ചിലപ്പോൾ എന്നോട് ചോദിക്കും ഇത്രയും കൊടുത്തുള്ളൂ അവരെന്ന്. അതുകൊണ്ടാ ബാക്കി കേക്ക്. പിന്നെ മഹത് വ്യക്തി എന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. വീണ്ടും ഞാൻ പറയുന്നു, മഹത് വ്യക്തി എന്റെ പേര് പറയണ്ട. കാരണം മഹത് വ്യക്തിയുടെ വീഡിയോക്കകത്തൂടെ കയറിയിട്ടുള്ളൊരു പ്രൊമോഷൻ എനിക്ക് വേണ്ട. അതിനകത്തൂടെ ഒന്നും കിട്ടിയിട്ട് വെറുതെ നാട്ടുകാർ വെറുക്കത്തേ ഉള്ളന്നെ. മനസ്സിലായില്ല? ഞാൻ തന്നെ ചെയ്ത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാ, ഞാൻ ഉണ്ടായിക്കോളാം. 66,000 പേരേ ഉള്ളൂ നമ്മളെയൊക്കെ സപ്പോർട്ട്. പക്ഷെ അവര് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നിന്നെക്കാട്ടിലും വ്യൂവർഷിപ്പ് ഒക്കെ നമുക്കുള്ളത്. മനസ്സിലായോ കൂട്ടുകാരാ നിനക്ക്? ബാക്കി കാണും. ഇവന്റെ തള്ളയോ പെങ്ങളോ മോളോ ഒക്കെ ആയിരിക്കും അവനെ സംശയം ഉള്ളത്. മനസ്സിലായോ? അവന്റെ തന്തയല്ലല്ലോ എന്റെ തന്ത. അതിന്റെ തന്ത വിട്ടേക്ക്. അത് ഉറപ്പാടാ മോനെ. എന്റെ തന്തയല്ല നിന്റെ തന്ത. എന്റെ തന്ത ആരാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള തന്തയും തള്ളയൊക്കെ എനിക്കുള്ളത്. അല്ലാതെ നിന്നെ പോലെ മറ്റേ വേണ്ട. ഞാൻ എന്തിനാല്ലേ ഇവൻ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ചീപ്പായി പോകും മോനെ. ചെകുത്താനെ ഞാൻ അതുകൊണ്ട് അത് പറയുന്നില്ലടാ. മാക്സിമം ഞാൻ ഒന്നും പറയാതെ കീപ്പ് ചെയ്യാം. കാരണം നീ പറഞ്ഞ കണക്ക് മറ്റേ ഈ ചതുപ്പി കിടക്കുന്ന നിന്റെ തന്തയുണ്ടല്ലോ, അതുപോലല്ല എന്റെ തന്ത. ചതുപ്പി കിടന്നല്ല എന്നെ ഉണ്ടാക്കിയത്, അതെനിക്ക് അറിയാം. കാരണം അതിന്റെ ഒരു ക്വാളിറ്റി എനിക്കുണ്ട്, അതിന്റെ ഒരു വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. കാരണം നല്ല ഈ പുതപ്പിലും കതപ്പിലും ഒന്നും ഉണ്ടാക്കാതെ മാന്യമായിട്ട് ഉണ്ടാക്കി മക്കളെ വളർത്തുന്നവര് നല്ല വിദ്യാഭ്യാസം തരും. അങ്ങനെയൊക്കെ ഉണ്ടായ ഒരുത്തനാ ഞാൻ. എനിക്ക് നല്ല വിദ്യാഭ്യാസം തന്നിട്ടുണ്ട് അവര്. പക്ഷെ ഇങ്ങനെ പറയുന്നവന്മാർക്കിട്ട് തിരിച്ച് പറയണം. അത് ഞാൻ എന്റെ സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് പഠിച്ചതാ. അല്ലാതെ നീ പറയുന്ന കണക്ക് വീട്ടുകാർ പഠിപ്പിച്ചാണോ ചോദിക്കാനില്ല. നമ്മുടെ നാട്ടുകാരാണെങ്കിലും ചോദിക്കത്തുള്ളൂ ഇവന്റെയൊക്കെ കൂട്ടുകാരുടെ കുഴപ്പമാണ് ഇവനൊക്കെ ഇങ്ങനെ നടക്കുന്നത് എന്നേ പൊതുവെ എല്ലാവരും പറയത്തുള്ളൂ. അല്ലാതെ നീ ചോദിക്കുന്ന കണക്ക് ഇവന്റെ അമ്മ അങ്ങനെ പഠിപ്പിച്ചാണോ? അത് നീ ചോദിക്കുന്നതിന്റെ കാരണം ചിലപ്പം നിന്റെ അമ്മ ചിലപ്പോൾ അങ്ങനെയായിരിക്കും നിന്നെ പഠിപ്പിച്ച് വിട്ടേക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നീ ഉടനെ ഓടി വീട്ടിലോട്ട് ചെല്ലുന്ന വല്ലവന്റെ, അല്ലെങ്കിൽ വീട്ടിലുള്ളവരെ പറയാൻ നിൽക്കുന്നത്. മനസ്സിലായോ മോനെ കൂട്ടുകാരെ? നമുക്കിനി ബാക്കി കാണാം. ഉത്സവത്തിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. മനസ്സിലായോ? ഞാൻ മോശക്കാരൻ തന്നെ. പക്ഷെ അതൊക്കെ കൈകാര്യം ചെയ്യാൻ ഉത്സവത്തിന് അറിയാം. മനസ്സിലായില്ലേ? അത് നിനക്ക് നിന്റെ പെങ്ങൾക്കോ ഭാര്യക്കോ അമ്മയ്ക്കോ കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിലുള്ള സകല പെണ്ണുങ്ങളും അങ്ങനെയാണെന്ന് വിചാരിക്കണ്ട. ഇനിയിപ്പോ അഥവാ എഴുത്താൻ അങ്ങോട്ട് ചെന്ന് ഇറക്കിയാലും ആറാട്ടൻ ഇറക്കിയാലും അവർക്കത് ഡീൽ ചെയ്യാൻ അറിയാം. നീ തന്നെ വലിയ കൊണയാണല്ലോടാ കൂട്ടുകാരാ ഇരുന്ന് അടിക്കുന്നത്. നീ എന്ത് പറഞ്ഞാലും നേരെ അവരുടെ അടുക്കലോട്ടാ ചെല്ലുന്നത്. അവർക്കത് ഡീൽ ചെയ്യാൻ അറിയാം, അവർക്ക് ഇത് ചെയ്യാൻ അറിയാം. എടാ, അവർക്ക് മാന്യമായിട്ട് ജീവിക്കാൻ അറിയാം. അവർക്കൊരു പ്രശ്നം വന്നപ്പോ അവർക്ക് സംസാരിക്കാൻ അറിയാം. അതൊക്കെ നമുക്ക് അറിയാടാ. നീ ഇവിടെ പ്രത്യേകിച്ച് മറ്റേ വലിയ ആനപ്പുറത്തിരിക്കുന്ന പാപ്പാൻ കളിച്ചൂടോ എന്ന് പറയേണ്ട കാര്യമില്ല. നീ ആരാന്ന് നിന്റെ വിചാരം? എന്തോ വലിയ സെറ്റപ്പ് ചെകുത്താൻ എന്ന് പറഞ്ഞാൽ കേരളം മൊത്തം അറിയാവുന്ന വലിയ വ്യൂവർഷിപ്പ് ഉള്ള യൂട്യൂബർ എന്നാണ് നിന്റെ വിചാരമെങ്കിൽ ഒരു പഴമല്ല. അത് നീ തന്നെ ഇടയ്ക്ക് നിന്റെ ചാനൽ എടുത്തൊന്ന് ഓടിച്ചു നോക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് എന്നെ പോലുള്ള ചെറിയ ചെറിയ യൂട്യൂബേഴ്സിന്റെ ചാനൽ വന്ന് നോക്ക്. 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമായിട്ടൊക്കെ നമുക്ക് ഭയങ്കര വ്യൂവർഷിപ്പ് കുറവ്. അതല്ലെങ്കിൽ നമുക്കൊക്കെ കിട്ടുന്നത്, നമ്മളൊക്കെ വേറെ ഏത് ടോപ്പിക് ചെയ്താലും നമുക്കൊക്കെ അത്യാവശ്യം നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ട് കിട്ടുന്നതൊക്കെ കിട്ടുന്നുണ്ടാ. കാരണം നമ്മൾ പറയുന്ന ആൾക്കാർക്ക് കേൾക്കുമ്പം ഓക്കെ എന്തോ ഒരു റൈറ്റ് ഉണ്ടല്ലോ എന്നൊരു കുറച്ചു പേർക്കെങ്കിലും തോന്നും. മനസ്സിലായില്ലേ? അല്ലാതെ നിന്റെ കേൾക്കുമ്പോ ഇവൻ സത്യം പറഞ്ഞ് ഇവനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളോട് ഞാൻ ചോദിക്കുക, വേറൊന്നുമല്ല, നിങ്ങൾ ഒറ്റ കാര്യം ആലോചിക്കുക. ഇവന്റെ തോക്ക് മറ്റേ കയറി വന്ന് ഇവനെ പേടിപ്പിച്ചു, ആ ഒരു കേസ് അങ്ങാണ്ട് ഇവൻ കൊടുത്തു. ഇവൻ ആ കേസ് നോക്കി പോയാൽ പോരെ? ഇവൻ എന്തിനാ ഈ ഒരു കാര്യത്തിൽ വന്ന് ഇടപെട്ടേക്കുന്നത്? എന്തിനാ ഇറങ്ങിയിരിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? അവരെ സപ്പോർട്ട് ചെയ്യാൻ. ഇതല്ലേ ബാക്കി എല്ലാവരും ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇവൻ മറ്റേ കൊണഡയലോ അടിക്കേണ്ട കാര്യമുണ്ടോ? സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. സപ്പോർട്ട് ഇല്ലെങ്കിൽ ആരാണ് സപ്പോർട്ട് ചെയ്യേണ്ടാത്തത്? അതെടുത്ത് പറയണം. അതെടുത്ത് പറയുക. അതാണ് ഒരു മാന്യത. അതൊന്നും ചെയ്യാതെ അതിനെ മറ്റേ കാണിച്ചത് തെണ്ടിത്തരമെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ മറ്റേ പൊട്ടിത്തെറിച്ച് വന്ന് വീട്ടിലിരിക്കുന്നവരെ പറയുക എന്ന് പറയുന്നത്, എടാ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നല്ല തന്തയും തള്ള ഇല്ലാത്തോണ്ടാ. ഒരാള് കൃത്യമായിട്ട് ആരുടെ ഒരു പാണിയുമായിട്ട് വരുന്നത്. പിന്നില്ല, ഇതിനിടയിൽ ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞു ഭയങ്കര കണ്ടെത്തല കേട്ടോ. പക്ഷെ അവനക്കെതിരെ ഈ പുള്ളിക്കാരി കേസ് കൊടുത്ത അവന് പ്രശ്നമാണ്. അത് അപവാദം പറഞ്ഞിറക്കി എന്നുള്ളത് തന്നെയാ. എന്തിനാ അങ്ങനെ ഒരു സംസാരം? ഒരാൾ എത്രയോ പേര് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ട്.
എന്റെ പൊന്നിയേട്ട കേസാ? ഏ താൻ വേണമെങ്കിലും കേസ് കൊടുപ്പിക്കും, ഇല്ലാത്ത എന്തെങ്കിലും സാധനം പറഞ്ഞ് അതിനേ ചാൻസ് ഉള്ളൂ. അല്ലാതെ എന്റെ പേരിൽ എന്തിനാ ചേട്ടാ കേസ് കൊടുക്കേണ്ട കാര്യം? അവരെ ഞാൻ വീഡിയോ ഇട്ട് സപ്പോർട്ട് ചെയ്തേനാ. എന്റെ ചാനൽ ആര് നോക്കിയാലും മനസ്സിലാവൂടാ, ഇത്തിരി ബോധമുള്ളവർ നോക്കിയാൽ മനസ്സിലാവും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത വീഡിയോ ഇട്ടിരിക്കുന്നതെന്ന്. പിന്നെ ഈ കഴിഞ്ഞ ദിവസത്തെ നിന്നെ കുത്തിയ വീഡിയോയിലും അവരെ സപ്പോർട്ട് ചെയ്യുക തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അവരെ ഒരു രീതിയിലും മോശക്കാരിയാക്കുന്ന ഒരു വാക്കും എന്റെ വായിന്ന് വീണിട്ടില്ല. നിനക്കിട്ടുള്ള കുത്തുണ്ട്, നീ അവരുടെ പുറകെ ഇപ്പൊ ഈ സപ്പോർട്ട്, ബാക്കി ആരും സപ്പോർട്ട് ചെയ്യണ്ട, സപ്പോർട്ടിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ട് നിന്റെ ഈ കൊണയടി ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോ എനിക്ക് വന്നൊരു സംശയം. അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അവരെ ഒരു രീതിയിലും നീ 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 എങ്ങോട്ടാ ഈ കഥ കൊണ്ടുപോകുന്നേ? മറ്റേ ചക്ക പ്ലാവിലല്ലേ ഉണ്ടാവുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോ, അല്ലെങ്കിൽ ചക്ക പ്ലാവിലാണ് ഉണ്ടാവുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പം അല്ല മാവ മാങ്ങില, അല്ല മാങ്ങ മാവില, ഇതാണ് അവൻ പറയുന്നത്. എന്താടാ ഇത്? വായി തെറ്റിപ്പോകുന്ന ഇവരോടൊക്കെ സംസാരിച്ച്. അല്ല നീ എന്താ ഉദ്ദേശിക്കുന്നത്? നിന്നോട് ഞാൻ എന്താണോ പറഞ്ഞ അതിനുള്ള മറുപടി താ. നീ അതിന് പകരം വീട്ടുകാരെ തെറി പറയാനും നീ വേറെ കൊണ എന്നിട്ട് ഞാൻ എന്താ വേറെ ആരുടെ ഒന്ന് കാശും മേടിച്ച് എന്നെ, അല്ല കാശ് മേടിച്ചല്ല, എന്നെ ആരും ഇറക്കിയതാണെന്ന്. എടാ നീ എന്നാ ഉദ്ദേശിക്കുന്നേ? നിന്നെ മറ്റേ അടുത്ത് തല വെക്കണോ ഞങ്ങള്? എന്ത് കണ്ടാലും മിണ്ടാതിരിക്കണോ? അതാണോ പറയുന്നേ? നടക്കുകയല്ല കൂട്ടുകാരാ, നടക്കുകയല്ല. അവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തോളാം. എന്നെ പോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, ഈ വീഡിയോ കാണുന്ന ജനങ്ങളും സപ്പോർട്ട് ചെയ്യും. പക്ഷെ എന്ന് വെച്ചിട്ട് നീ വന്ന് എന്ത് കാണിച്ചാലും എടുത്ത് അങ്ങ് മിണ്ടാതെടുത്ത് തല വെക്കാൻ നടക്കുന്ന കേസല്ല. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ, എന്റെ പ്രേക്ഷകരോടും കൂടെയാണ്. ഇവൻ തന്നെ ഇവന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തത്, അത് പോയി നോക്കാം. സപ്പോർട്ട് ചെയ്യണ്ട ഇത് പറഞ്ഞിട്ട് വീണ്ടും വന്നിട്ടേക്കും അവൻ വീഡിയോ. അവരെ സപ്പോർട്ട് ചെയ്ത് ഏകദേശം 14 മിനിറ്റോളം വീഡിയോയുടെ ലാസ്റ്റ് ഒരു 4 മിനിറ്റ് ഇവൻ എന്നെ ഇരുന്ന് കുത്തിയിരുന്നവരാന്ന് പറയുന്നത്. അതിന് മുമ്പ് വരെ എലിസബത്തിന്റെ കേസുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തിനാ കേസ്, അങ്ങനെ കുറെ എന്തൊക്കെയാ ഇവ കൊണയടിച്ചോണ്ടിരിക്കുന്നത്. ഇവൻ എന്തിനാ പിന്നെ ഇതെല്ലാം വന്നിരുന്ന് പറയുന്നത്? നീ എന്തിനാ ഇതൊക്കെ പറയുന്നത്? അത് എനിക്കും ചോദിക്കാനുള്ളൂ. നിനക്ക് മാത്രമേ എല്ലാം ആകാവുള്ളൂ, ബാക്കി എല്ലാരും മിണ്ടാതെ പേടിച്ച് ഓച്ചാനിച്ച് നീ പറയുന്നതൊക്കെ കേട്ട് ഈങ്കുല ചെകുത്താൻ ചേട്ടൻ, ഈങ്കുല ചെകുത്താൻ അങ്ങനെ നടക്കണാടാ. നീ ആരാ നീ? അവന് പറ്റുന്ന ഒരു കാര്യമുണ്ട്, വീട്ടുകാരെ പറയുക. അത് ഞാൻ ഇത്രയും നേരം വീണ്ടും പറഞ്ഞല്ലോ. ഇനി എനിക്ക് വയ്യ എനിക്ക് പറയാൻ. വീട്ടുകാരെ നന്നാവണോടാ, അതുകൊണ്ടാ. മനസ്സിലായില്ലേ? അല്ലാതെ ഒരുത്തനും ഞാൻ നിന്റെ വീട്ടുകാരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് വന്ന് പറയാം. ഞാൻ നിന്റെ വീട്ടുകാരെയും പറഞ്ഞിട്ടില്ല, ആരെയും പറഞ്ഞിട്ടില്ല, ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. എന്നിട്ട് അവൻ എന്റെ വീട്ടുകാരെ നെഞ്ചത്തോട്ട് കയറണമെങ്കിൽ കയറി വരണമെങ്കിൽ, അല്ലെങ്കിൽ അവരെ തെറി പറഞ്ഞിങ്ങനെ വരണമെങ്കിൽ ഇത്രേ ഉള്ളൂ. അവന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾ ഒന്ന് ഓർത്താൽ മതി. ഇതേ അവനെ അറിയത്തുള്ളൂ. ബാക്കി മാത്രമല്ല അവർ പറയുന്ന അമൃതയുടെ വീഡിയോ കണ്ടു, അല്ല അഭിരാമിയുടെ വീഡിയോ കണ്ടു, അതിനകത്ത് അങ്ങനെ പറഞ്ഞു. ഇത് വീഡിയോ പറ്റി മാത്രമല്ല അവർ പറഞ്ഞു, അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലാതെ അവർ കുറച്ച് നാളത്തെ കാര്യമാണ് പറയുന്നത്. സപ്പോർട്ട് ചെയ്യണ്ടെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് സപ്പോർട്ട് വേണ്ട. പിന്നെ പലയിടത്തും ഇരുന്നുകൊണ്ട് പല പോസ്റ്റുകൾ വരുന്നു. ഇന്നലത്തെ ആ ഒരു വീഡിയോയിലൊന്നും അങ്ങനെയല്ല, അതിനകത്ത് ഉണ്ട് ചെറുതായിട്ട്. പക്ഷെ അതിന്റെ പുറകോട്ട് ഒത്തിരി ഉണ്ട്. അവർ പല സമയത്തായിട്ട് ഇട്ട പോസ്റ്റുകളും അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നൊക്കെയാണ് ഇത്തരം ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നത്. അല്ല ഇന്നലെ പെട്ടെന്ന് അങ്ങനെ അത്ര. അപ്പൊ ബുദ്ധിമാനായിട്ടുള്ള നമ്മുടെ ചെകുമോൻ പറയുന്നത് ഇപ്പോഴൊന്നും അല്ല, അതായത് പുതിയ ആ ഒരു വീഡിയോയിലൊന്നും അല്ല, നമ്മളെ പോലുള്ള പൊട്ടന്മാരുടെ അറിഞ്ഞില്ല ആ വീഡിയോയിലല്ല, മുമ്പേ പറയുന്ന ഒരു കാര്യമാണ് അമൃത അഭിരാമി ഒന്നും സപ്പോർട്ടിന് വേണ്ട എന്നുള്ളത്. എടോ മനസ്സിലായി, മുമ്പേ പറയുന്നുണ്ട് സപ്പോർട്ടിന് വേണ്ട എന്ന്. ഇത് എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുക, ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്നും പറഞ്ഞ് ഈ ഒരു അഭിരാമി ഇട്ട വീഡിയോ അല്ല. അവരുടെ ഒരു Q&A സെഷൻ, അതില് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, 1-2 ചോദ്യം, അത് ഈ ഒരു എലിസബത്ത് റിലേറ്റഡ് ആയിരുന്നു. അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ഇവരെന്ത് ചെയ്യണം? ഞങ്ങൾ ആരെയും പറ്റി ഒന്നും പറയുന്നില്ല, എലിസബത്തിനെ പറ്റി ഞങ്ങൾ സംസാരിക്കുന്നില്ല, എലിസബത്തിന്റെ ലൈഫിൽ എന്തും ആയിക്കോട്ടെ എന്നായിരുന്നു അവർ പറയണ്ടേ. അങ്ങനെയായിരുന്നു അവർ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ നമ്മളെല്ലാരും കൂടെ, ഞാൻ ഉൾപ്പെടെ എടുത്ത് അവരെ വീണ്ടും ഏറെ കയറ്റത്തില്ലായിരുന്നോ? കയറ്റുമായിരുന്നു. അതിന് ഒരു അഭിരാമി എന്താ ചെയ്തത്? ഓക്കെ, അവരവരുടെ ഇതായിട്ട് പോയി. ഞങ്ങൾ കൂടുതലായിട്ട്, ഞാൻ കേട്ടതാണ്, അവർ കൂടുതലായിട്ടൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, കേസും കാര്യങ്ങളുമായിട്ടാണ് പോകുന്നത്. പക്ഷെ എലിസബത്ത് ചെയ്തതൊക്കെ നല്ലതാണ്, അവർക്ക് ജസ്റ്റിസ് കിട്ടണം, ഇങ്ങനെയൊക്കെ അല്ലേ അവർ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ എലിസബത്തിനെ ഏതെങ്കിലും തരത്തിൽ ഹേർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ മോശക്കാരിയാക്കുന്നതോ ആയിട്ടൊന്നും അവർ പറഞ്ഞിട്ടില്ല. ചേട്ടൻ ചിലപ്പോൾ പറയും അങ്ങനെ, അത് ഭയങ്കര മോശമായിട്ട് ചിത്രീകരിച്ച ചേട്ടൻ പറയും. കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, എന്നെ വരെ പറഞ്ഞല്ലോ ഞാൻ എന്തോ അവരെ മോശം, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എന്റെ വീഡിയോ കണ്ടവർക്കറിയാം. താൻ ചിലപ്പോൾ മൊത്തം കാണാത്തോണ്ട് എനിക്ക് അറിയത്തില്ല, പോട്ടെ, ഞാൻ വിട്ടുകളയുന്നു. പക്ഷെ ഈ അഭിരാമി അമൃതയും ഇപ്പൊ റീസെന്റ് ആയിട്ട് അവരുടെ വീഡിയോയിൽ ഒരു തെറ്റുമില്ല. പിന്നെ മുമ്പ് പറഞ്ഞത് വെച്ചിട്ടാണ് എലിസബത്ത് ഇപ്പൊ ഒന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എലിസബത്ത് നേരത്തെ പറയേണ്ടതായിരുന്നു. ഇത് ഈ അഭിരാമിയുടെ വീഡിയോ വന്ന അന്ന് വൈകിട്ടത്തെ വീഡിയോയിലാണ് എലിസബത്ത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. പണ്ടത്തെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പരാമർശങ്ങൾ പറയുന്നത്.
എടാ മഹത് വ്യക്തി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തി അവര് ആ നടനിൽ നിന്ന് അവര് ഒരുപാട് ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങി. അതിനെതിരെയാണ് ഇവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണോ ഇവിടെ നടക്കുന്നത്? അതിനിടയ്ക്ക് ഈ അമൃതയും അഭിരാമിയൊക്കെ എന്തിനിപ്പൊ പിടിച്ചോണ്ട് ഇവിടെ വന്നു? ആദ്യമേ ആ നടനെതിരെ ഫൈറ്റ് ചെയ്തിട്ട് അതൊന്നും അതിനകത്തുനിന്ന് ഇവർക്ക് നീതി കിട്ടട്ടെ. അതല്ലാതെ എല്ലാം കൂടെ ഇങ്ങനെ വലിച്ചു വാരി ചെയ്തിട്ട് എന്താ ഇവിടെ നടക്കുന്നത്? എന്താ ഇവിടെ നടക്കുന്നത്? പിന്നെ കുറെ ആളുകൾ ഈ കേസിന്റെ കാര്യം ചോദിക്കുന്നു. കേസൊന്നും കൊടുക്കാതെ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇങ്ങനെ കത്തിച്ച് നീയും വന്ന് ഇങ്ങനെ വീഡിയോ ഇട്ട് സ്റ്റാറായി ഞങ്ങൾ കുറെ പേര് വീഡിയോ ഇട്ട് ഞങ്ങളും കുറെ കാശുണ്ടാക്കി മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നതാണോ നീ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ അതാണോ നീ പറയുന്നത്? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനൊരു എൻഡ് വേണ്ടേ? ഇതിനൊരു അവസാനം വേണ്ടേ? അല്ല, താങ്കൾക്ക് ഹീറോ ആവാൻ വേണ്ടി ഇതിങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പൊക്കോണ്ടിരിക്കട്ടെന്നാണോ? പിന്നെ അഭിരാമിയുടെ വീഡിയോ വെച്ച് മാത്രം അല്ലടാ മോനെ, ഞാൻ വ്യക്തമായിട്ട്, നീ അത് കഴിഞ്ഞ വീഡിയോ മാത്രമേ എന്റെ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ് നീ ഇരുന്ന് തൊലിക്കുന്നത്. നീ എന്റെ അതിന്റെ മുമ്പത്തെ വീഡിയോ ഒക്കെ കാണണം, അതിനകത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ. മനസ്സിലായില്ലേ? ഇതിന് മുമ്പ് അമൃതയാണെങ്കിലും ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതൊന്നും ഇവിടെ പിന്നെ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ഇവരിട്ടുള്ള കൊടുത്തു കഴിയട്ടെ, എന്നിട്ടല്ലേ അതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പിന്നെ ആ ഒരു വീഡിയോ, അഭിരാമിയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ അന്ന് ആ രാവിലെ ആ ഒരു വീഡിയോ വന്നു, വൈകുന്നേരമാണ് എലിസബത്ത് ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പൊ എലിസബത്ത് എന്താണെങ്കിലും ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഇവർക്ക് വീണ്ടും പൊട്ടിയിട്ട് ഇവർ വന്ന് വീഡിയോ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതിനകത്തൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല, ഞാൻ കുറ്റം പറഞ്ഞിട്ടുമില്ല. പക്ഷെ അപ്പോ ആ ഒരു റിയാക്ഷൻ സഡൻ ആയിട്ട് വേണ്ടായിരുന്നു എന്നേ ഞാൻ പറഞ്ഞോളൂ. ഇല്ലെങ്കിൽ അവരെയും കൂടെ എന്തിനാ വലിച്ചിടുന്നത്? അത് വേറെ വഴിക്ക് പോട്ടെ. ഫസ്റ്റ് ഈ നടനെ നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അമൃതയൊക്കെ എന്താണോ ചെയ്തിരിക്കുന്നത് ഈ ഒരു വ്യക്തിയോട്, എലിസബത്തിനോട്, അവരും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എക്സ്പോസ് ചെയ്ത് കാണിക്കും. മനസ്സിലായില്ലേ? അതിനകത്തൊന്നും ഒരു മാറ്റവും ഇല്ല. പക്ഷെ ആദ്യമേ ഒരാൾക്കെതിരെ ഇവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുക. അതേ പറഞ്ഞുള്ളൂ. അത് താൻ ആദ്യമേ മനസ്സിലാക്കി. ഇത്തിരി വിവരവും വിദ്യാഭ്യാസവും ബോധവും ഒക്കെ വലിയ ഉള്ള ആളല്ലേ, ഇത് മനസ്സിലാക്കി കേട്ടാ. ബാക്കിയും കൂടെ നമുക്ക് കാണാം. അതുകൊണ്ട് ചെകുത്താൻ പറഞ്ഞത് ഇതിനാണ് എന്ന് പറയുന്ന ചില മാന്യ വ്യക്തികളൊക്കെ കണ്ടു. പക്ഷെ അവനൊന്നും റിപ്ലൈ ഒന്നും ഇട്ട് അവന്റെ കഥ പറയാനൊന്നും ഇവിടെ സമയമില്ല, പറ്റത്തുമില്ല. അങ്ങോട്ട് പോയി നോക്കിയിട്ട് കാര്യമില്ല. ഇനി ഇവനെയൊക്കെ കാണിക്കാൻ പോവാ നാട്ടുകാർ. പിന്നെ അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ അങ്ങ് തടയുമെന്ന് പറഞ്ഞാണ് നേരിട്ട് ഇങ്ങോട്ട് വന്ന് എന്നെ അങ്ങ് തടയും. നിന്നെ എന്ത് തടയാനാടാ? നിന്നെ തടയാൻ നീ ആരാ? നീ ആരാ നിന്നെയൊക്കെ വന്ന് തടയാനായിട്ട്? നീ ആരോ ആണെന്ന് നിനക്കൊരു വിചാരം ഉണ്ടെങ്കിൽ നീ ഒരു മാങ്ങയല്ല. എനിക്ക് തോന്നിയിട്ടില്ല. നീ സത്യം പറഞ്ഞ എന്താ ഇവിടെ ചെയ്യാറുള്ളത്? ലാലേട്ടനെ കുറെ കുണ പറയും, അപ്പത്തേക്ക് മറ്റേ സിദ്ദിഖിക്കൊക്കെ കേസ് കൊടുത്താണെങ്കിൽ അത്രയും വലിയൊരു വ്യക്തിയെ പറയുമ്പോഴത്തേക്ക് ഒരു സീൻ വരും, അത് നീ എടുത്തു പേടിക്കും. അത് കഴിഞ്ഞ് എനിക്ക് ആകെ നിന്നെ ഈ രണ്ട് വിഷയത്തിലേ അറിയത്തുള്ളൂ. ലാലേട്ടനെ പറയുമ്പോഴത്തേക്ക് നാട്ടുകാരൊന്ന് തന്തയ്ക്ക് പറയും, പിന്നെ ഈ ഒരു നടന്റെ വിഷയത്തിലും. അതല്ലാതെ എനിക്ക് നിന്നെ അറിയത്തില്ല. വേറെ ഒരു കണ്ടന്റിന്റെ വിഷയത്തിൽ നീ പൊങ്ങി വന്നിട്ടില്ല. അല്ലെങ്കിൽ നിന്റെ ഒരു കണ്ടന്റ് അത്രയും റീച്ചായി നമ്മൾ കണ്ടിട്ടില്ല. നീ പറയായിരിക്കും നമ്മളെ ഒന്നും കണ്ടിട്ടില്ല. അളിയാ, നീ കാണണ്ട അളിയാ. നീ നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ജീവിക്കാനുള്ള കിട്ടുന്നുണ്ട്, അത് മതി. മനസ്സിലായില്ലേ? ഇതിനകത്തുനിന്ന് 100 പേര് അറിയണമെന്ന് നമുക്ക് ആവശ്യമില്ല. പ്രത്യേകിച്ച് നിന്നെ പോലെ ലാലേട്ടനെ ചെറിയ പറഞ്ഞതിന്റെ കേസിലൊന്നും അങ്ങനെ അറിയേണ്ട കാര്യമില്ലടേ. അതും എടാ ഇവ മറ്റേ സെറ്റപ്പാ കേട്ടാ. എന്റെ വീട്ടുകാരൊക്കെ മറ്റേ നടന്മാരെയൊക്കെ പഠിപ്പിക്കുന്ന സെറ്റപ്പ് അല്ലേ? നൃത്തവും അഭിനയവും ഒക്കെ അവർക്കേ അറിയത്തുള്ളൂ, ഇവരുടെ കുടുംബക്കാർക്കേ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ല. ആ ഒരു സെറ്റപ്പ് അല്ലേ? അപ്പൊ പറ്റുവണ്ണ, സോറി അണ്ണ, എന്റെ തെറ്റാട്ടോ. നിങ്ങൾ വലിയ കുടുംബക്കാര്. ബാക്കി കാണാം. അതങ്ങ് ചെയ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ തടയാൻ പറ്റുമോ ഇല്ലോ എന്നൊക്കെ. അപ്പോഴല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. അല്ലെ പിന്നെ നീ എടുക്കണമെന്നുണ്ട് കൊണോണ പറഞ്ഞാൽ എങ്ങനെയാ എന്നെ തടയാൻ പറ്റുമെന്ന് അറിയുന്നത്? നീ പിന്നെ കൊണോണയല്ല, നീ പിന്നെ എന്ത് മാങ്ങ പറിക്കുന്നതിനെ പറ്റിയാണോ നീ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പം. അവൻ പറഞ്ഞാൽ മാത്രം എല്ലാം മറ്റേ മുത്ത് ഒഴിയുന്നു, സ്വർണം വീഴുന്ന പോലെ. എടാ പോടാ. അല്ല പിന്നെ എന്ത് പറയണ്ടേ ഇവനൊക്കെ? അത് കൊള്ളാം, നല്ല പരിപാടി. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊക്കെ എന്ത് ചെയ്യണ്ടേ? അല്ലേടോ, ബാല ചെയ്തപോലെ വീട്ടിലോട്ടൊരു തോക്ക് എടുത്തോണ്ട് വരട്ടെ. ഞാൻ തോക്ക് എടുത്തോണ്ട് അതിനെ വെടിവെച്ച് കൊല്ലും. മനസ്സിലായോ? അല്ല, തോക്ക് എടുത്തോണ്ട് വന്നിട്ട് ചുമ്മാ ഇങ്ങനെ കിടന്ന് പട്ടി ഷോ ഒന്നും ആയിരിക്കത്തില്ല കാണിക്കുന്നത്, അങ്ങ് കൊല്ലും. ഒറ്റ വെടി, ഒരു വെടി 2 കിളി. എന്റെ തോക്കില്ല കേട്ടോ. നമ്മളീ കൊല്ലുന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു നീ പേടിച്ച പോലെ നീ പേടിച്ചോ. അയ്യോ അണ്ണ വന്ന് കൊല്ലു അണ്ണ എന്നെ. ഇവിടെ എന്റെ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഇത് സേവ് ചെയ്ത് വെച്ചോ അളിയ. എന്റെ അളിയ എന്നെ അണ്ണൻ വന്നങ്ങ് കൊല്ലു എന്നെ അങ്ങ്. അണ്ണന്റെ വലിയ തോക്കുണ്ടെന്ന്. അണ്ണ എന്റെ തോക്കൊന്നും ഇല്ല അണ്ണ, എന്റെ ഒരു പഴം കിടപ്പുണ്ടെണ്ണ. അത് ചിലപ്പോ അണ്ണന്റെ വായിക്കാത്തോട്ട് ഞാൻ വെച്ച് തരാം, അതേ എനിക്ക് പറ്റത്തുള്ളൂ അണ്ണ. അല്ലാതെ അണ്ണനെ പോലെ തോക്കും കൊളാമയും കൊണ്ടൊന്നും നമ്മൾ അത്ര വലിയ സെറ്റപ്പ് അല്ല അണ്ണ. നിങ്ങളൊക്കെ വലിയ വലിയ സെറ്റപ്പ്. ഭാര്യ വിദേശത്ത് വിട്ട് ജോലി ചെയ്യുന്ന ഭാര്യ ഇവിടെ ഇരുന്ന്
യൂട്യൂബ് അന്തം പറഞ്ഞിരുന്ന് വ്യൂസും ഇല്ലാതെ 3 നേരം എങ്ങനെ പുട്ടടിക്കുന്നു എനിക്ക് ചിലപ്പോൾ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കായിരിക്കും. വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ പണിക്ക് വിട്ട അങ്ങനെയൊക്കെ തീട്ടം കോരി തിന്നൊക്കെ ആയിരിക്കും, അറിയത്തില്ല. ബാക്കി കാണാം. ഇവൻ ചിലപ്പോ പേടിക്കുവൻ. അതിന്റെ ആവശ്യമൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട കേട്ടോ. തമാശ പറഞ്ഞ തമാശ കേട്ടാ തമാശയാണെന്ന് മനസ്സിലാക്കണം. സീരിയസ് ആയിട്ട് പറഞ്ഞത് സീരിയസ് ആയിട്ട്. മനസ്സിലായോ? നമ്മളാരും ആരുടെയും വീട്ടിൽ കയറി തോക്കൊണ്ട് പോകുന്നവരോ വീട് അന്വേഷിച്ച് പോകുന്നവരോ അല്ല ഇങ്ങനെ നല്ല വെട്ടാനും കുത്താനും നടക്കുന്നവരോ അല്ല. മനസ്സിലായോ? ആ സ്കീം ഇവിടെ ഇല്ല. ഇനി ഇങ്ങനത്തെ തൊട്ടികളൊക്കെ ചിലപ്പോ ഇങ്ങനത്തെ വർത്താനം നടപ്പുണ്ടാവും. പിന്നെ നിനക്കൊക്കെ പറ്റിയ ആൾക്കാർ അവരൊക്കെയാ. ആ ടീമിലൊക്കെ പോയി നിന്ന ഇങ്ങനത്തെ തെണ്ടിത്തരൊക്കെ വഴി പറയാൻ പറ്റത്തുള്ളൂ. നിന്റെ സംസ്കാരത്തിനോ അല്ല നിന്റെ നാടിന്റെ ആണോ വീടിന്റെ ആണ് പ്രശ്നം. അമ്മയായിരിക്കും ഇതിനകത്ത് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലേ? ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മോനെ അറിയാവോ, അതിതാണ് മറ്റേതാണ്, അത് വളയ്ക്കാൻ വന്നതാണെന്ന് അങ്ങനെയാ പറഞ്ഞു. എന്റെ അമ്മയാണോ അതിനൊക്കെ പറഞ്ഞു തന്നെ? അവളുണ്ടോ അവിടെ? അവളെ ഒന്ന് കാണണമല്ലോ എന്ന്. അല്ല പിന്നെ എന്താ പറയണ്ടേ ഇവനോടൊക്കെ? അതെ, കാരണം ഞാനും നിന്റെ അമ്മയൊക്കെ ക്ലാസ്മേറ്റ്സ് ആണേ. നിനക്കതറിയത്തില്ല നീ എത്രത്തോളം കുട്ടിയാന്നുള്ളത്. തീരെ കുട്ടിയാ അവളെ എനിക്കറിയാടാ. അതുകൊണ്ട് തന്നെ പറയുന്നത്. അവിടെ ഞാൻ ചോദിക്കാം, എന്നെയാണോ ഉദ്ദേശിച്ചതെന്ന്. എന്റെ അമ്മ ചേട്ടനെ ചിലപ്പോ അറിയായിരിക്കും ചേട്ടാ, പക്ഷെ എന്റെ അമ്മയ്ക്ക് അറിയാൻ ചാൻസ് ഇല്ല. കാരണം എന്റെ അമ്മ ഇച്ചിരി ക്വാളിറ്റി ഉള്ള ആളാ, അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ള. നിന്നെ പോലെ കണ്ട മറ്റേ പാറ്റയ്ക്കും പഴുതാരയ്ക്കും കൂടെ ചേർന്നുണ്ടായ അവരാധിയൊന്നും മൈൻഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിന്റെ അമ്മ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ അന്വേഷിച്ച് വന്നപ്പോഴത്തേക്ക് വേറെ ആരുടെയോ കൂടെ പോയേക്കുമായിരുന്നെന്നാ കേട്ടെ. അതുകൊണ്ട് ഞാൻ കണ്ടില്ല അമ്മ, ക്ഷമിക്ക്. അടുത്ത പ്രാവശ്യം ഞാൻ എറണാകുളം വഴി പോവുകയാണെങ്കിൽ ഞാൻ പൈസയൊക്കെ ആയിട്ട് വരാൻ ചേട്ടാ, കൊടുക്കാം, നല്ല നല്ല ടിപ്പ് കൊടുക്കാം ചേട്ടാ. പക്ഷെ എൻ്റെ ഒരു സംശയം ചേട്ടാ, എന്റെയൊക്കെ വീട്ടിൽ നിന്ന്, ഞാനതാ തുടക്കം തൊട്ടേ പറയുന്നത്, നമ്മുടെ ഒന്നും വീട്ടിൽ നിന്ന് ഇങ്ങനെ പഠിപ്പിച്ച് വിടാത്തോണ്ടാണ് നമ്മൾ നേരത്തെ ഇതുപോലുള്ള നിന്നെ പോലുള്ള പലരും വരുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ ആദ്യമേ ചാടിക്കേറി ഇങ്ങോട്ട് തെറി പറയാൻ പോകാത്തത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ആവശ്യമില്ലാതെ സംസാരിക്കുക. ഇങ്ങനത്തെ തെറി പറഞ്ഞാലും ഇവിടെ ഇവൻ പറയുന്ന കണക്കൊന്നും പറയാൻ നമ്മുടെ ഒന്നും വീട്ടുകാർ പഠിപ്പിച്ചിട്ടില്ല, അറിയത്തുമില്ല, ചെയ്തിട്ടില്ല. ഇപ്പൊ നിന്റെ ഒരു സാധനം ഇങ്ങനെ വരുന്ന കണ്ടപ്പോഴത്തേക്ക് നമ്മൾ മറ്റേ വായും പൊത്തി ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവന്റെ തന്തയാണോ ഞാനെന്ന് നാട്ടുകാർ ചോദിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇത്രയും പട്ടിത്തീട്ടത്തിന്റെ ഒന്നും തന്തയാവാൻ എനിക്ക് വയ്യടാ, അതൊന്നും എനിക്ക് ഏക്കാൻ വയ്യ. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞു പോവാ. ഇവനെ പോലല്ല, ഇവന്റെ ചാനലിൽ വീഡിയോ കാണുന്നവരെ പോലല്ല. എന്റെ വീഡിയോ കാണുന്നതിനകത്ത് ഒരുപാട് അമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, കുട്ടികൾ കാണും. ചില കുട്ടികളില്ലെങ്കിൽ അമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഉണ്ട്. എന്നോട് ക്ഷമിക്കുക നിങ്ങൾ. ഇവനെ പോലുള്ളവരോട് ഇങ്ങനെ മറുപടി പറയാനല്ലാതെ വേറെ എങ്ങനെ വേണം പറയാൻ? വേറെ എങ്ങനെ പറഞ്ഞാലും എനിക്ക് ഇന്ന് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. ഇത്രയെങ്കിലും കൊടുക്കണ്ടേ ഇവന്? കൊടുക്കണ്ടേ? നിങ്ങൾ പറ. എന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കത് മനസ്സിലാവും. വളരെ മാന്യമായിട്ട് ഞാൻ ഒരു തെറ്റ് കണ്ടപ്പോൾ ചൂണ്ടിക്കാണിച്ചു, ചോദ്യം ചെയ്തു. ഇവൻ ഈ ചെയ്ത കണക്ക് ഒരു രീതിയിലുള്ള പരിപാടിയും നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ ഇവൻ ഇത് അറിയത്തുള്ളൂ. ഇവൻ ഈ ചോദിക്കുന്നുണ്ടല്ലോ, നമ്മുടെയൊക്കെ വീട്ടുകാരാണോ? ഇവന്റെ വീട്ടില് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവനെ നേർവഴിക്ക് നടത്താനൊക്കെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ചെറുപ്പം തൊട്ടേ ഇവൻ ചിലപ്പോൾ ഇവന്റെ അമ്മയുടെ ഒന്നും കൂടെ ആയിരിക്കത്തില്ല വളർന്നത്. അവരൊക്കെ ഇവനെ നോക്കാൻ ചിലപ്പോൾ വേറെ ജോലിക്കൊക്കെ പോയായിരിക്കും ചിലപ്പോൾ ഇവനെ വളർത്തിയത്. അതിന്റെ അന്ന് ഈ കണ്ട ട്രോമകളുണ്ടല്ലോ, അതൊക്കെ ആയിരിക്കും ഇവൻ ഇപ്പൊ വന്ന് ഛർദ്ദിക്കുന്നത്. മനസ്സിലായില്ല? അങ്ങനെ ആയിരിക്കും, നമുക്ക് അറിയത്തില്ലല്ലോ. ഇവനോട് തന്നെ ചോദിക്കണം. അപ്പൊ എനിക്കിനി ഇവനോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അത്യാവശ്യം ഇത്തിരി ക്വാളിറ്റി ഉള്ള ഒരാളോട് വേണം നമ്മൾ സംസാരിക്കാൻ. ഇല്ലെങ്കിൽ ഞാനിപ്പം എന്നെ മറ്റേ ഭയങ്കരമായിട്ട് താഴത്തേക്ക് ഇറങ്ങി പൊക്കോണ്ടിരിക്കുക. കാരണം സഹവാസവും കാണുന്നതും ഒക്കെ ഇവനെ പോലുള്ളവന്റെ ഒക്കെ അല്ലേ. അപ്പൊ പിന്നെ നമ്മളും പോകൂടെ? പക്ഷെ അങ്ങനെയല്ല, എനിക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല ഫ്രണ്ട്സ് ഉണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. എബ്രോഡ് നല്ല വോക്കുള്ള ഒരാളായിരുന്നു. അത്യാവശ്യം വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അങ്ങ് ജീവിച്ചു പോകുന്നതാണേ. പിന്നെ ഇവനെ പോലുള്ളവർക്ക് റിപ്ലൈ കൊടുത്ത് പിന്നെയും താഴത്തേക്ക് പോകാണല്ലോ എന്നുള്ള സങ്കടം എനിക്കുണ്ട്. ഇല്ല എന്നല്ല, ഞാൻ വീണ്ടും അത് പറയാണ്. അതുകൊണ്ട് ഇത്രയും മാന്യമായിട്ട് ഞാൻ ഇതിൽ കൂടുതൽ എനിക്ക് വയ്യ. ഇതിൽ കൂടുതൽ മാന്യത ഇനിയും വെച്ച് കഴിഞ്ഞാൽ ഇവനോടൊക്കെ സംസാരിക്കാൻ പറ്റാതെയായി പോകും. ഇവനെ പോലുള്ളവർക്ക് മറുപടി കൊടുക്കണ്ടേ? പ്രത്യേകിച്ച് ഒരു കാര്യത്തെ മാത്രം ഞാൻ വീണ്ടും എനിക്കത് അതാണ് എനിക്ക് ഹേർട്ട് ചെയ്യുന്നത്. വേറൊന്നുമല്ല, ലൈക്ക് ഈ വീട്ടുകാരെ പറയുന്നതൊക്കെ അത് അവന്റെ കൾച്ചർ അതായതുകൊണ്ടാണ്. അതിനുള്ള ആ ഒരു രീതിയിലായിട്ട് ഇറങ്ങി ചെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതല്ല, ഒരു കാര്യം ഇവനോട് ചോദിച്ചപ്പോഴത്തേക്കാണ് ഇവന് ഇത്രയും പൊളിഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഞാൻ പറയാത്ത കാര്യങ്ങളും കൂടെ അവൻ പറയുക. ആ ലേഡിയെ ഞാൻ എന്റെ വീഡിയോ കണ്ട, അതിപ്പോ ഒരു കേസായിട്ട് അവർ പോയാലും എന്റെ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ആര് നോക്കിയാലും ഇച്ചിപ്പോന്നൊരു വാക്ക് അവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഫുൾ സപ്പോർട്ടും കൊണ്ടേ നമ്മൾ ചെന്നിട്ടുള്ളൂ. അവർ പറയുന്ന എല്ലാം കറക്റ്റാന്ന് തന്നെ തോന്നിയിട്ടുള്ളൂ. പക്ഷെ ഇവനെ എനിക്ക് ഇതിനകത്തൊന്നും എന്തായാലും മനസ്സിലായി. ഇനിയും ഈ ഒരു വിഷയത്തിൽ ഇവരെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ കിട്ടത്തില്ല. അത് ഈ വീഡിയോ കാണുന്ന എന്നെ പോലെ റിയാക്ട് ചെയ്യുന്ന ആളുകൾ കണ്ടാൽ അവർക്കും മനസ്സിലാവും. ഒരു കാര്യം ചോദിച്ചതിന് വീട്ടുകാരെയൊക്കെ പറയുന്ന ഈ ഫുണ്ടാ മോനെയൊക്കെ തന്തയുണ്ടോ എന്ന് ചോദിക്കാനത് അത് വെറുതെ ആയി പോവും. നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല, കാണത്തില്ല. പിന്നെ അമ്മയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ചിലപ്പോൾ കാര്യത്തില്ല, അതും കാണത്തില്ല.
ആകെ ഉള്ളത് ഇവന്റെ മറ്റേ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന 2 കൂട്ടുകാരായിരിക്കും. അതിന്റെ ക്വാളിറ്റി എന്താന്ന് ദൈവം തമ്പുരാൻ അറിയാം. അങ്ങനെയുള്ളവന്മാരുടെ കൂടെ അല്ലേ സഹവാസം. പിന്നെ അതൊക്കെ വരത്തുള്ളൂ. പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞത് നിന്റെയൊക്കെ വായി ഇത്രയും കേൾക്കുമ്പോൾ എനിക്ക് അറിയാവുന്ന കുറച്ച് ദൂരത്തുള്ള കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ചു ചോദിച്ചോട്ടെ ഇവരൊക്കെ എന്താ മറുപടി കൊടുക്കേണ്ടതെന്ന്. അപ്പൊ അവരെന്നോട് പറഞ്ഞു ഈ കുറച്ച് തെറികളൊക്കെ യൂസ് ചെയ്ത് നീ അങ്ങനെ പറ, അതല്ലാതെ വേറൊന്നും ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ കാണാപ്പാടം പഠിച്ച് ഇങ്ങോട്ട് പറഞ്ഞതാ കൂട്ടുകാരാ നിന്നെ, മനസ്സിലായില്ലേ? ഞാൻ ചിലപ്പോൾ റിയാക്ട് ചെയ്ത് അതിന്റെ അപ്പുറമായി പോകും. പക്ഷെ എനിക്ക് അങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇന്ന്. കാരണം പ്രായം എന്താണ്, നമുക്ക് കുറച്ചും കൂടെ, ഇവന് 40-40 വയസ്സായാലും ഇവൻ വെറും തൊട്ടി. പക്ഷെ നമ്മൾ അങ്ങനല്ല. നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനും താഴത്തേക്ക് പൊക്കോണ്ടിരിക്കുക ആ ക്വാളിറ്റി. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പാടാ. അങ്ങനെ ഒന്ന് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുക, ഇച്ചിരി മെച്യൂരിറ്റിയും കാര്യങ്ങളുമായിട്ട് കുടുംബവും അങ്ങനെ ഒരു സാധനമായിട്ട് പൊക്കോണ്ടിരിക്കുക, മനസ്സിലായില്ലേ? അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും ആവശ്യമില്ലാത്ത എൻ്റെ ഒരു പഴയ കാലത്തെ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത, ഞാൻ അങ്ങനത്തെ അതൊന്നും പറയുന്നില്ല. അങ്ങനത്തെ ഒരു വള്ളിയും പരിപാടിയും എനിക്ക് താല്പര്യമില്ല. പക്ഷെ എന്നിട്ടും ഇവനെപ്പോലുള്ളവന് ഇങ്ങനെ കൊടുത്തിട്ടേ കാര്യമുള്ളൂ. എന്നോട് ആർക്കെങ്കിലും ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ജസ്റ്റിസ് ഫോർ എലിസബത്ത്, അതിനകത്ത് ഒരു മാറ്റവും, നമ്മളും അവരുടെ കൂടെ തന്നെയാണ്. പക്ഷെ വീണ്ടും ഞാൻ പറയുന്നു, ഇതുപോലുള്ള പരനാറികളെ ചുമക്കാൻ എന്നെ കിട്ടത്തില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അങ്ങ് എൻഡ് ചെയ്തേക്കാം. സംഗതി വേറൊന്നുമല്ല, ചിലപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോൾ വീണ്ടും മറ്റേ വള്ളവും പലവായിട്ട് ഈ അണ്ണം വന്നങ്ങ് ചാടും. എന്റെ വീട്ടുകാരെ, അവരതല്ലേ അറിയത്തുള്ളൂ, അവന്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചല്ലേ അവൻ മറ്റുള്ളവരുടെ വീട്ടിലോട്ട് വെച്ച് താങ്ങത്തുള്ളൂ. അപ്പം അതുകൊണ്ടൊക്കെ ചിലപ്പോൾ വീണ്ടും ഇറങ്ങിയേക്കാം. അവൻ ഇറങ്ങി പോട്ടെ. ഞാൻ അവനെ എങ്ങനെയാ കാണുന്നതെന്നറിയോ? സത്യം പറഞ്ഞ ഇവന്റെ ഈ വർത്താനം കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരു സാധനം തോന്നി ഇവനോട്. നമ്മൾ പറയും, പക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ പോലും താല്പര്യമില്ല, എന്നാലും പറയുകയാണ്. ഇപ്പം ഞാൻ പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നല്ല അട്ട വർത്താനം ഇവനെ പറഞ്ഞല്ലോ, ഇവനായിട്ട് തന്നെ പറയിപ്പിച്ചതല്ലേ, വേണ്ടാന്ന് വിചാരിച്ചതാ. ഞാൻ വീണ്ടും ക്ഷമ ചോദിക്കുന്നു എന്റെ പ്രേക്ഷകരോട്. ഇതിനായിട്ട് പറയിപ്പിച്ച വീട്ടുകാരെയൊക്കെ പറയുമ്പോൾ എങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. എത്രയൊക്കെ ഒരു സാധനം നമ്മൾ പിടിച്ചു വെച്ചിരിക്കണമെന്ന് വിചാരിച്ചാലും പോകും. നിങ്ങൾ ക്ഷമിക്കുക. പക്ഷെ ഞാനൊരു കാര്യം പറയുകയാണ്, ഇനി ഇവൻ വന്ന് മറ്റേ കുരയ്ക്കാൻ വന്നാലും തിരിച്ച് ഞാൻ അങ്ങോട്ട് കുരച്ചോണ്ട് പോകുന്നില്ല. കാരണം ഇവനെ പോലല്ല ഞാൻ. ഇത് മാത്രം മറ്റേ കാണാന്ന് പറഞ്ഞ് ചെയ്തോണ്ടിരുന്നിട്ട് എനിക്ക് ഗുണമൊന്നും ഇല്ലടേ. ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന എനിക്ക് ഇതിനകത്തുനിന്ന് ഏണിങ്സും വേണം. ഞാൻ അതുകൊണ്ടൊക്കെ ജീവിച്ചു പോവാ. ഞാൻ അല്ലാതെ വല്ലവരെ തെറി പറഞ്ഞ് മാത്രം സന്തോഷം കണ്ടെത്തി ജീവിക്കുന്ന ഒരുത്തനല്ല. എനിക്ക് ഇതിനകത്തുനിന്ന് വേറെ പല കണ്ടന്റ്സ് ചെയ്ത് എനിക്ക് കാശ് കിട്ടുന്നുണ്ട്, അത്യാവശ്യം നല്ല കാശ് കിട്ടുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ജീവിക്കുന്നത്. എൻ്റെ ഈ ഒരു ഉള്ള സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെല്ലാവരും വെച്ചിട്ട് എനിക്ക് അത്യാവശ്യം നല്ല പൈസ കിട്ടുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് സമാധാനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുത്തനാണ് ഞാൻ. അങ്ങനെ അങ്ങ് പൊക്കോളാം. ഇവനോടൊക്കെ കടിപിടി കൂട്ടിക്കൊണ്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇല്ലെങ്കിൽ കടിപിടി കൂടാനായിട്ട് പോകുന്ന അപ്പുറം നിൽക്കുന്ന ആൾക്കൊരു എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് തോന്നണം. ഇത് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞൊരു രീതി ഇവൻ എനിക്ക് തന്ന റിപ്ലൈയും ഭയങ്കര എക്സ്ട്രീം ഡിഫറൻറ്റ്. ആനയും ആടും തമ്മിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവനോട് തിരിച്ചോ റിപ്ലൈ കൊടുത്തപ്പോൾ മാക്സിമം താന്നു പോയി. ഇനി എനിക്ക് ഇവനെക്കാട്ടിലും മറ്റേ താഴാൻ വയ്യ. അതുകൊണ്ടാണ് ഇവൻ ഇനിയും ഈ മറ്റേ എന്താ പേ പിടിച്ച പട്ടികൾ കിടന്നു കുരയ്ക്കുമെന്ന് പറയത്തില്ലേ, അങ്ങനെ നീ കുരച്ചോടാ, നീ കുരച്ചോണ്ടിരി കേട്ടാ. ഇങ്ങനെ കുരച്ചോണ്ടിരി, സ്വന്തമായിട്ടിരുന്ന് കുരച്ചോണ്ടിരി. വീട്ടിലാരും ഇല്ലല്ലോ, അതിന്റെ ഒരു പ്രശ്നമാണ്. എല്ലാരും ഇട്ടേച്ച് അവിടെ ഇവിടെ എങ്ങനെ നിക്കോളാ നിന്റെയൊക്കെ കൂടെ? എന്റെ പൊന്നളിയാ, കൂടെ നിൽക്കുന്ന അവന്മാര് തന്നെ എത്ര കാലം കാണുമെന്ന് കണ്ടറിയാം. എന്തേലും ആവട്ടെ, നീ ആയി നിന്റെ പാടായി. ഞാൻ എന്റെ അഭിപ്രായം ഇപ്പോഴും പറഞ്ഞിട്ട് അങ്ങ് പോണു, അത്രയേ ഉള്ളൂ.